നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ഗവർണർ തന്റെ 7ാമത്തെ നയപ്രഖ്യാപന പ്രസംഗം നടത്താൻ അല്പസമയത്തിനകം നയപ്രഖ്യാപന പ്രസംഗം തുടങ്ങും. ഏവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ്. ഗവർണർക്കെതിരായ നയം ഗവർണർ തന്നെ പ്രഖ്യാപിക്കുമോ എന്നതായിരുന്നു ഈ നയപ്രഖ്യാപന പ്രസംഗവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ കേരളത്തിൽ വലിയ രീതിയിൽ ചർച്ചയായത്. പക്ഷേ ഗവർണർക്കെതിരെയുള്ള പരാമർശങ്ങൾ ഇതിലില്ല എന്നാണ് സൂചന കിട്ടിയിരിക്കുന്നത്. നമുക്കറിയാം, വലിയ രീതിയിലുള്ള ഒരു പോരാട്ടം തന്നെയായിരുന്നു സർക്കാരും ഗവർണറും തമ്മിൽ സമീപകാലത്ത് ഉണ്ടായിരുന്നത്. എന്നിട്ട് പോലും ഗവർണർക്കെതിരെ പരാമർശമില്ല എന്നാണ് സൂചനകൾ. ഫെഡറൽ തത്വങ്ങൾ അട്ടിമറിച്ചെന്നും അർഹമായ ധനവിഹിതം കേരളത്തിന് നൽകുന്നില്ല എന്നുമുള്ള കേന്ദ്രത്തിനെതിരായ രൂക്ഷ വിമർശനം നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് നിഗമനം. സർവകലാശാലകളിലെ ഇടപെടലിന്റെ പേരിൽ നവകേരള സദസ്സിലടക്കം ഗവർണറെ വിമർശിച്ച സർക്കാർ തൽക്കാലം ഒരു മഞ്ഞുരുകൽ എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുകയാണ്. ഇത് നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ ഉള്ളടക്കത്തിലും ഉണ്ടാകുമോ എന്നാണ് ഇനി അല്പസമയത്തിനകം അറിയാൻ സാധിക്കുന്നത്. കേന്ദ്രവിരുദ്ധ പരാമർശങ്ങൾ ഗവർണർ വായിക്കുമോ എന്നതും രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുകയാണ്. അദ്ദേഹം അത് വായിച്ചാലും ഇല്ലെങ്കിലും സർക്കാർ തയ്യാറാക്കിയ പ്രസംഗം സഭാരേഖകളിൽ വായിച്ചതായി ഇടം പിടിക്കുക തന്നെ ചെയ്യും. സഹകരണ മേഖല, ഉന്നത വിദ്യാഭ്യാസം, IT തുടങ്ങിയ മേഖലകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന നയപ്രഖ്യാപനമാണ് സർക്കാർ ഗവർണർക്ക് കൈമാറിയിരിക്കുന്നത്. മാത്രമല്ല, ഈ തുടക്കം മലയാളത്തിലാക്കി എന്നതൊഴിച്ചാൽ ഗവർണർ പ്രസംഗത്തിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. ഇന്നു മുതൽ മാർച്ച് 27 വരെ ബജറ്റ് സമ്മേളനം ചേരാനാണ് തീരുമാനം. അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് 5-ാം തീയതി, അതായത് ഫെബ്രുവരി 5-ാം തീയതി മന്ത്രി KN ബാലഗോപാൽ അവതരിപ്പിക്കും. ഓർഡിനൻസുകൾക്ക് പകരമുള്ള 3 എണ്ണം ഉൾപ്പെടെ 8 ബില്ലുകൾ സമ്മേളന കാലയളവിൽ പരിഗണിക്കും. ഇപ്പോഴത്തെ ഷെഡ്യൂൾ പ്രകാരം ആകെ 32 ദിവസം സഭ ചേരും. നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ കരടിന് ഗവർണർ നേരത്തെ അംഗീകാരം നൽകിയിരുന്നു. രാജ്ഭവൻ ഫയൽ സർക്കാരിന് കൈമാറിയിരുന്നു. സ്പീക്കർ AN ഷംസീർ നേരിട്ടെത്തി ഗവർണറെ ക്ഷണിക്കുകയായിരുന്നു. നയപ്രഖ്യാപന പ്രസംഗം വായിക്കാനുള്ള ഭരണഘടനാ ബാധ്യത നിറവേറ്റുമെന്ന് നേരത്തെ തന്നെ ഗവർണർ വ്യക്തമാക്കിയതാണ്. നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ കരടിന് ഗവർണർ അനുമതി നൽകിയതും ശ്രദ്ധേയമാണ്. സർക്കാരിനോട് വിശദീകരണം പോലും ചോദിക്കാതെയായിരുന്നു രാജ്ഭവൻ അംഗീകാരം നൽകിയത്. സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം കേന്ദ്ര നയമെന്ന കുറ്റപ്പെടുത്തൽ ഉണ്ടെന്നാണ് സൂചന. കേന്ദ്രത്തിനെതിരായ വിമർശനം ഗവർണർ വായിക്കുമോ എന്നതിലും ആകാംക്ഷ. നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ കരടിൽ മുൻവർഷങ്ങളിൽ നിരവധി തവണ വിശദീകരണം ചോദിച്ചും അനുമതി വൈകിപ്പിച്ചും സർക്കാരിനെ ഗവർണർ മുൾമുനയിൽ നിർത്തിയിരുന്നു. ഇത്തവണ പോര് രൂക്ഷമാണ്. അനുമതി നൽകിയത് സർക്കാർ ആശ്വാസമാണ്. 2020 പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായുള്ള കേന്ദ്ര വിരുദ്ധ പരാമർശങ്ങൾ അടങ്ങിയ നയപ്രഖ്യാപനം ഗവർണർ വായിച്ചിരുന്നു. എന്നാൽ 2022 നയപ്രഖ്യാപനം അംഗീകരിക്കാതിരിക്കുകയും ഒപ്പുവയ്ക്കാൻ ഉപാധി വയ്ക്കുകയും ചെയ്തിരുന്നു. അന്ന് ഭരണഘടനാ പ്രതിസന്ധി ഉണ്ടാകുന്ന സാഹചര്യം ഒരുക്കിയ ശേഷമാണ് ഗവർണർ നയപ്രഖ്യാപനത്തിൽ ഒപ്പിട്ടത്. നയപ്രഖ്യാപനം ഗവർണറുടെ ഭരണഘടനാപരമായ ബാധ്യതയാണെന്നും ഗവർണർക്ക് നയപ്രഖ്യാപന പ്രസംഗം നടത്താതിരിക്കാൻ കഴിയില്ല എന്നതടക്കമുള്ള പ്രസ്താവനകളൊക്കെ നടത്തിയതാണ്. എന്തായാലും നയപ്രഖ്യാപന പ്രസംഗം അല്പസമയത്തിനകം ആരംഭിക്കും. രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.